ഇനി നമുക്ക് നമ്പയിൽ ഒരുപാട് ഇൻബിൽറ്റ് ഫംഗ്ഷൻസ് ഉണ്ട്. എല്ലാം കാണാതെ പഠിക്കാൻ പറ്റില്ല. നമുക്ക് അറിയണം. അറേ ക്രിയേറ്റ് ചെയ്യാൻ NPI ഡോട്ട് അറേ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു മടിയുണ്ട്, അതായത് നിങ്ങൾക്ക് ഒരു അറേ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ല വിചാരിക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് NPI ഡോട്ട് എ റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. റേഞ്ച് ഫംഗ്ഷൻ നിങ്ങൾ മറന്നു പോയിട്ടില്ലല്ലോ ഫോർ ലൂപ്പിൽ പഠിച്ചത്. സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റെപ്പ് ഇല്ലേ, അതേപോലെ തന്നെ അവിടെ നമുക്ക് എ റേഞ്ചിൽ സ്റ്റാർട്ടും സ്റ്റോപ്പും സ്റ്റെപ്പ് ഇട്ട് കൊടുത്താൽ നമുക്ക് സുന്ദരമായി ഒരു അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അറേ ക്രിയേറ്റ് ചെയ്യണത് പിന്നെ അതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടേ കാണിച്ചു തരാം. ജസ്റ്റ് ഇതൊന്ന് മാറ്റി ഞാൻ ഇതിലൊന്ന് NP ഡോട്ട് എ റേഞ്ച് ബ്രാക്കറ്റിൽ ഞാൻ 2,10,2 ഓക്കെ. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്ത് കിട്ടി, എനിക്കൊരു 1 ഡയമെൻഷണൽ അറേ കിട്ടി 2, 4, 6, 8. കാരണം 2 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന 10 വരെയുള്ള ഒരു അറയാണ്. അതിൽ 2 ആണ് അതിൻ്റെ സ്റ്റെപ്പ്. അപ്പോൾ എന്തൊക്കെ വാല്യൂ കിട്ടി, 2, 4, 6, 8. ഞാനായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു അറേ അല്ല, മിഷൻ തന്നെ എ റേഞ്ച് വാല്യൂ ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്തതാണ്. ഓക്കെ. ഇനി നമുക്ക് അത് അറിയേണ്ടത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇൻഡെക്സിങ്. ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഓരോ അറേ റെപ്രസെൻറ്റ് ചെയ്തതും 0 ഇൻഡെക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെയാണ്. ആ ഇൻഡെക്സ് വെച്ച് നമുക്ക് ഓരോ വാല്യൂസ് വെച്ച് തീർക്കാനും പറ്റും. ഓക്കെ. അതേപോലെ സ്ലൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു അറേനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് സ്മോൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. അതായത് എന്താ പറയുക, പുറത്തേക്ക് എടുക്കുക, സ്ലൈസ് ചെയ്തെടുക്കുക. ഒരു മാംഗോ സ്ലൈസ് എന്ന് പറഞ്ഞാൽ ഒരു മാംഗോൻ്റെ ഒരു കഷ്ണം എടുക്കുക എന്ന് പറഞ്ഞാൽ അതേപോലെ എടുക്കുന്ന ഒരു കോൺസെപ്റ്റാണ് സ്ലൈസിങ്. അത് വഴിയെ പറഞ്ഞുതരാം. അതേപോലെ കുറേ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്പൈ. ആഡ്, സബ്ട്രാക്ട്, മൾട്ടിപ്ലൈ, ഡിവൈഡ്, പവർ, ഇതൊക്കെ എന്തായിരിക്കും മാത്തമാറ്റിക്കലി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ മീൻ, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത് ചെയ്യാൻ സ്വന്തമായിട്ട് NP ഡോട്ട് മീൻ ഉണ്ട്, മീഡിയൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. ഓക്കെ. പിന്നെ ട്രാൻസ്പോസ് ചെയ്യാൻ ട്രാൻസ്പോസ് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ NP ഡോട്ട് ടി എന്നുണ്ട്. സ്പ്ലിറ്റ് ചെയ്യാൻ സ്പ്ലിറ്റ് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്, അറേ സ്പ്ലിറ്റ് ഉണ്ട്. കോപ്പി ചെയ്യാൻ NP ഡോട്ട് കോപ്പി ഉണ്ട്. മെട്രിക്സ് ചെയ്യാൻ ലൈനാൽഗ്, ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ലൈനാക് ഡോട്ട് ഇൻവ് ഉണ്ട്. NP ഡോട്ട് ലൈനാക് ഡോട്ട് DT കണ്ട ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാം. NP ഡോട്ട് ഡയഗണൽ ഉണ്ട്. NP ഡോട്ട് ഡോട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഫംഗ്ഷൻസ് ഒന്ന് ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള അറേ ഓപ്പറേഷൻസ് കാണിച്ചു തരാം കേട്ടോ. നമുക്കിപ്പോൾ ഒരു അറേയുടെ ട്രാൻസ്പോസും ഡോട്ടും ഇൻവേഴ്സും കണ്ടുപിടിക്കാം, ഡയഗണലും കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പം ജസ്റ്റ് ഞാനത് കോപ്പി ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായിരിക്കും, ഇമ്പോർട്ട് നമ്പൈ എസ് NP ആണ്. 2 മെട്രിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ ഏത് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് ഡോട്ട് ഓപ്പറേറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ പറയുക, ഡയഗണൽ കണ്ടുപിടിക്കാം. ഡയഗണൽ കണ്ടുപിടിക്കാൻ ആവശ്യമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ഡോട്ട് ഓപ്പറേറ്റർ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് 2 മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. NP ഡോട്ട് അറേ ഒരു 1, 2, 3, 4 എന്നൊരു മെട്രിക്സും 5, 6, 7, 8 എന്ന് പറഞ്ഞ മെട്രിക്സും. അപ്പോൾ NP ഡോട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, 2 മെട്രിക്സിൻ്റെ ഡോട്ട് ഓപ്പറേറ്റർ കണ്ടുപിടിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, മിഷൻ ചെയ്തോളും. ഇനി നമുക്കൊരു നമ്പറിന് ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്തൊക്കെ യൂസ് ചെയ്യുക, NP ഡോട്ട് ലൈനാൽ ഡോട്ട് INV എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. അതുപോലെ എനിക്കൊരു ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, എനിക്ക് മെട്രിക്സ് 1ൻ്റെ ട്രാൻസ്പോസ് കൊണ്ടുവരണം. അപ്പോൾ മെട്രിക്സ് 1 ഡോട്ട് T എന്ന് കൊടുത്താൽ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി മെട്രിക്സ് 1ൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ്, അത് 1, 2, 3, 4 ഡയഗണലായിട്ട് ഏതൊക്കെയാണ് വരുന്നത്, 2ഉം 3 അല്ലേ. അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ NP ഡോട്ട് ഡയഗണൽ ഉണ്ട്. അപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം എന്താ വാല്യൂ വരുന്നത്. ഇപ്പോൾ മെട്രിക്സ് 1 എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, മെട്രിക്സ് 2 എന്ന് പറയുന്നത് 5, 6, 7, 8 ആണ്. അതിന് ഡോട്ട് പ്രൊഡക്റ്റ് പറഞ്ഞാൽ 19, 22, 43, 50 നമ്മൾ ചെയ്തല്ല അവർ ചെയ്തതാണ്. ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് 1 എന്ന് പറഞ്ഞാൽ -2 സംതിങ് ആണ്. ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് എത്രയാണ്, 2, 4, അതായത് 1, 3, 2, 4 അത് തിരിഞ്ഞു മറിഞ്ഞു വന്നു അല്ലേ. ഇനി ഡയഗണൽ നമുക്ക് കിട്ടിയിട്ടില്ല. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. 1 സെക്കൻഡ്. ഡയഗണലും കൂടി കിട്ടണ്ടേ, ജസ്റ്റ് ഡയഗണൽ മാത്രം ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. മെട്രിക്സ് അണ്ടർസ്കോർ ഡയഗ്. ഓക്കെ. സോ ഒന്നുകൂടി റൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കണ്ടോ, ഇപ്പോൾ 1, 4 എന്ന് പറയുന്നത് ഡയഗണൽ എലമെൻറ്റ്സ്. സോ ദാറ്റ്സ് ഹൗ എന്താ പറയുക, ഇൻബിൽറ്റ് ഫംഗ്ഷൻസ് വെച്ചിട്ട് നമുക്ക് നമ്പയിൽ മെട്രിക്സ് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത് നമ്മൾക്ക് ഇതിൽ തന്നെ
എങ്ങനെ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാമെന്നത് കണ്ടുപിടിക്കും. അരിത്തമെറ്റിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ്. ഓക്കെ, ആഡ്, സബ്ട്രാക്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അങ്ങനത്തെയൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഈ കോഡൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സെയിം സാധനം ആയി നമ്മൾ ഇമ്പോർട്ട് നമ്പർ ആസ് എൻ NP കൊടുത്തു. NP ഡോട്ട് അറയിൽ 1 2 3 4 5 6 7 8 9 എന്നുള്ള രീതിക്ക് വാല്യൂ കൊടുത്തു. ഓക്കെ, അങ്ങനെ രണ്ട് മെട്രിക്സ് എടുത്തു. ഇനി NP ഡോട്ട് ആഡ് ചെയ്ത ആഡിൽ രണ്ട് മെട്രിക്സും അയച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ വർക്ക് ആവുള്ളൂ. NP ഡോട്ട് സബ്ട്രാക്ട് അല്ല, സബ്ട്രാക്റ്റിൽ രണ്ട് മെട്രിക്സിനും സബ്ട്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഡിവിഷൻ ചെയ്യുക, NP ഡോട്ട് ഡിവൈഡ്, മൾട്ടിപ്ലൈ ചെയ്യാൻ NP ഡോട്ട് മൾട്ടിപ്ലൈ, NP ഡോട്ട് പവർ ചെയ്താൽ രണ്ടിൻ്റെയും അതായത് ഒരു വാല്യൂവിൽ വെച്ചിട്ട് പവർ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ 6 സ്ക്വയർ 36 ആണ്, അത് കണ്ടുപിടിക്കാൻ നമുക്കിത് പറ്റും. ഓക്കെ, സോ അത് റൺ ചെയ്ത് കാണിച്ചു തരാം. സോ മെട്രിക്സ് പറഞ്ഞ് 1 2 3 4 5 ഇത് 3/3 മെട്രിക്സ് ആണ്. സോ അതിൻ്റെ അഡീഷൻ എന്ന് പറയുന്നത് നമുക്ക് 10 10 കിട്ടി. സബ്ട്രാക്ഷൻ നമുക്ക് -8 സംതിങ് കിട്ടി. മെട്രിക്സ് ഡിവിഷൻ നമുക്കൊരു വാല്യൂ കിട്ടി. പവർ കാണാൻ താഴേക്ക് പോകാൻ പറ്റുന്നില്ല. ഓക്കെ, പവർ വാല്യൂ 1 4 6 9 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോന്നിൻ്റെയും സാധനം കിട്ടി. സോ ദിസ് ഈസ് ഹൗ വി ഡു, അതായത് മാത്തമാറ്റിക്കലായിട്ടുള്ള ഓപ്പറേഷൻസുകൾ, സംഭവങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഓൾറെഡി ഈ ഫംഗ്ഷൻസ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. മെയിനായിട്ട് ഈ മോഡ്യൂളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പറയണത് ഏതൊക്കെ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രമാണ്. ലാസ്റ്റായിട്ട് ഒരു ചെറിയ പ്രോഗ്രാം കൂടി കാണിച്ചു തരാം. നമുക്ക് എങ്ങനെ ഒരു മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അവിടെയും സെയിം, എല്ലാത്തിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് നമ്പർ ആസ് NP തന്നെയാണ്. അതിന് ശേഷം രണ്ട് മെട്രിക്സോ എത്ര ആവശ്യമുള്ള മെട്രിക്സ് എന്ന് വെച്ചാൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം അത് വെച്ചിട്ട് നമുക്ക് സ്ക്വയർ റൂട്ട്, മീൻ കണ്ടുപിടിക്കാം, മോഡ് കണ്ടുപിടിക്കാം, മോഡ് പറ്റില്ല മീഡിയൻ കണ്ടുപിടിക്കാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. സോ അത് വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം. ജസ്റ്റ് കോപ്പി ചെയ്ത് റൺ ചെയ്താൽ മാത്രം മതി, വർക്കാവും. സോ നിങ്ങൾക്ക് ആൻസേഴ്സ് ഇഷ്ടം പോലെ ഇവിടെ കറക്റ്റായിട്ട് ഇതാവും. സ്ക്വയർ റൂട്ട് ഓഫ് കണ്ടുപിടിക്കാൻ സ്ക്വയർ റൂട്ട് SQRT എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ വാല്യൂ ആണ് അത് കിട്ടിയത്. മീനിൻ്റെ വാല്യൂ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഒറിജിനൽ 2D മെട്രിക്സ് ഇതാണ്. മീൻ ഓഫ് ഓൾ എലമെൻറ്റ്സ് 5.0, റോ വൈസ് ചെയ്യാൻ 258ഉം കോളം വൈസ് അങ്ങനെ ഇൻഡിവിജ്വലി നമുക്ക് ഓരോന്നിൻ്റെയും കിട്ടും. ഇഫ് നമ്മൾ ആക്സസ് ഈക്വൽ ടു 1 എന്നും ആക്സസ് ഈക്വൽ ടു 0 എന്നും പറഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ഹൗ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് വെച്ചിട്ട് നമുക്ക് നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് അറയിൽ ഒരുപാട് ചേഞ്ചസുകൾ ചെയ്യാൻ പറ്റും. ഓക്കെ.